എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സറ്റയറാണ് സർ. നമ്മുടെ ഈ സമൂഹത്തിലുള്ള ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഒരു ഡോക്യുമെന്റേഷൻ അല്ല. അതായത് നമ്മൾ വെറും ഒരു ഡോക്യുമെന്ററി ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതിനപ്പുറം അതിനകത്ത് കഥയുണ്ടാകും, കഥാപാത്രങ്ങളുണ്ടാകും. സാർ എൻ്റെ മെയിൻ റോൾ പ്ലേ ചെയ്യുന്നത് ഒരു ജേർണലിസ്റ്റാണ്. കഥാപാത്രം അതൊരു ജേർണലിസ്റ്റാണ്. അപ്പോൾ പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് പുള്ളി നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഈ പടത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇരുവശങ്ങൾ. അതായത് ഒരു നാണയത്തിന് രണ്ട് വശമില്ലേ, അതേപോലെയാണ് ജീവിതത്തിൽ ഏത് കാര്യത്തിനും രണ്ട് വശമുണ്ട്. ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് ഫുൾ സ്റ്റോറി ആയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം മതിയോ സർ? അതായത് ഈ പേരുണ്ടല്ലോ ഇരുവശങ്ങൾ, അതിന് പകരം നമുക്ക് ഈ പത്രക്കാരും വക്കീലന്മാരും നോക്കിയാലോ? അതാണല്ലോ ഇപ്പോൾ പത്രക്കാരെ എതിർവശം. അല്ല, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നുള്ളേ ഉള്ളൂ ഈ സബ്ജക്റ്റിൽ. ഈ പത്രക്കാരും വക്കീലന്മാരുമായിട്ടുള്ള സംഘർഷമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ അത് കഥയുടെ ഒരു കലാകൃത്ത് എന്നുള്ള രീതിയിലേ ഇന്നത്തെ കൊമേഴ്ഷ്യൽ സിനിമയാണ് നമുക്ക് അത്യാവശ്യം. അതെ അതെ. അപ്പൊ നായകൻ ജേർണലിസ്റ്റ് ആകുമ്പോൾ അയാൾക്ക് ഒരുപാട് ലിമിറ്റേഷനും പരിമിതികളും ഇല്ല സാർ. ഇതിനകത്ത് ഒരുപാട് സാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇതിനകത്ത് കുറച്ചൊരു ആക്ഷൻ്റെ എലിമെന്റ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, ഹ്യൂമർ ഉണ്ടാവും. കാരണം നമ്മളിതിപ്പോൾ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഇന്നത്തെ പ്രശ്നങ്ങളാണ് കൂടുതലും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ജേർണലിസ്റ്റ് വാട്ട് ഓൾ തിങ്സ് ഹി ഹാസ് ടു അണ്ടർഗോ, അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇരുവശങ്ങളിൽ നിന്ന് ഞാൻ പേരിടാൻ കാരണം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ ഇതിനകത്തുണ്ട്. അതായത് പത്രക്കാരും ജുഡീഷ്യറിയും തമ്മിലുള്ള ഒരു ക്ലാഷ്. ഈവൻ നൗ ഇപ്പോൾ പോലും ഈ കോടതിയിൽ പത്രക്കാരെ അനുവദിക്കുന്നില്ല. ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഞാൻ ഒരുപാട് അഡ്വക്കേറ്റ്സ് ആയിട്ട് സംസാരിച്ചു. പേരിൽ കുറെ കേസ് ഉണ്ടാവും അല്ലേ? അല്ല, നോട്ട് ദാറ്റ് വേ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഈ അഡ്വക്കേറ്റ്സ് പറയുന്നത് എന്താ വെച്ചിരുന്നാൽ, ഒരു തരത്തിൽ ഇവിടുത്തെ മീഡിയ എന്ന് പറയുന്നത് വളരെ അഗ്രസീവ് ആയിരുന്നു. അവർ ഇവിടെ കോടതിക്കകത്ത് കടന്ന് അവരുടേതായിട്ടുള്ള അട്രോസിറ്റീസ് ചെയ്തതുകൊണ്ടാണ് ഈ ജുഡീഷ്യറി ഇങ്ങനെ പെർമിറ്റ് ചെയ്യാത്തതെന്നാണ് കുറേ അഡ്വക്കേറ്റ്സ് പറയുന്നത്. എനിക്ക് ഈ മീഡിയയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചാനൽസിലും വിഷ്വൽസിലും അല്ലാത്ത മീഡിയയിലും ഒക്കെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിന്റെ കാര്യമല്ല. ജേർണലിസ്റ്റ് ആയിട്ടുള്ള നായകൻ കഥ അങ്ങോട്ട് പോകുന്ന പറയാം. നമ്മുടെ ഈ സിനിമയിൽ ഈ പത്രപ്രവർത്തകരെ കോടതിയിൽ കയറ്റുന്നതായിട്ട് നമുക്ക് എടുക്കുന്നുണ്ടോ? അതാണ് സാർ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ, സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഈ സ്റ്റോറിയിൽ വരികയാണ്. അത് നമുക്ക് പത്രം പോലെയും അക്ഷരം പോലെയും നല്ലൊരു സിനിമ പ്രതീക്ഷിക്കല്ലേ? അതെ. ഈ നമ്മുടെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള നമ്മുടെ ദാമോദർ മാഷിന്റെ ഒരു വലിയ ഫോളോവറാണ് ഞാൻ, ടി ദാമോദർ സാർ. വാർത്ത അതുപോലെ കോഴിക്കോട്. അതിന്റെ എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കോളേജ് ഡേയ്സിൽ ഞാൻ കണ്ടത് ദാമോദർ മാഷിന്റെ ഫിലിംസ് ആണ്. അപ്പം ഐ വി ശശി സാറ് അദ്ദേഹത്തിന്റെ. അപ്പോൾ ഈ ജേർണലിസ്റ്റ് വേഴ്സസ് ജുഡീഷ്യറി അപ്പോൾ അവരുടെ ആ ഒരു സംഭവം ഇതിനകത്ത് കാര്യമായിട്ടുണ്ടാവും. അത് ടു സൈഡ്സ് ഓഫ് ദ കോയിൻ. അതാണ് ഞാൻ ഇരുവശങ്ങളിൽ നിന്ന് പേരിടുന്നത്. അപ്പോൾ ഞാൻ ആരെങ്കിലും സാർ, ഇതൊരു കമേഴ്സ്യൽ മീഡിയ എന്ന നിലയ്ക്ക് എല്ലാത്തരം പ്രേക്ഷകരെയും നമ്മൾ ആകർഷിക്കണം. അപ്പോൾ നമ്മൾ പത്രക്കാരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമ്മൾ കാണിച്ചാൽ അവരുടെ സപ്പോർട്ട് കിട്ടില്ല. അപ്പൊ മിസ്റ്റർ രതീശം, അതുപോലെ ഹീറോയിൻ നമ്മൾ പ്രാധാന്യം ഉണ്ടാവും. ഹീറോയിൻ ഉണ്ടാവും. ഹീറോയിനെ നമ്മളിപ്പോൾ അഡ്വക്കേറ്റ് ആക്കിയിട്ട് ഹീറോ ജേർണലിസ്റ്റ് ആക്കുകയാണ്. അതെ. ഇതേപോലെ തന്നെ സാർ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഇഷ്യൂവിന് രണ്ട് വശങ്ങളുണ്ട്, സാറിന് മനസ്സിലായിരിക്കുമല്ലോ. ഈ രണ്ട് വശങ്ങളിൽ ഏതാണ് ശരി എന്നുള്ളത് നമ്മൾ പറയില്ല. ദാറ്റ് വി ലീവ് ഇറ്റ് ടു ദ ഓഡിയൻസ്. അപ്പൊ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് whether he is right or wrong, who is right, അത് നമ്മൾ വി ആർ നോട്ട് ടച്ചിങ്. അപ്പം അതേപോലെ തന്നെ വേറൊരു സംഭവം, ലോ കോളേജിലെ ഇഷ്യൂ. ലോ കോളേജിൽ കുറേ പേര് പറയുന്നു പ്രിൻസിപ്പലിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, കുറേ പേര് പറയുന്നു സ്റ്റുഡൻസിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അപ്പം നമ്മുടെ ഹീറോ പ്രിൻസിപ്പലിന്റെ ഭാഗത്താണ് ശരി എന്ന് വിശ്വസിക്കുന്നു. ഹീറോയിൻ പറയുന്നത് സ്റ്റുഡൻസിന്റെ ഭാഗത്താണ് ശരിയെന്ന്. അപ്പോൾ വേറൊരു ആംഗിളിൽ നമ്മൾ പോകുമ്പോൾ ഇതിൽ പ്രിൻസിപ്പൽ ഈസ് റൈറ്റ് or the students. അത് നമ്മൾ ഈ സബ്ജക്റ്റിൽ നന്നായിട്ട് ഹീറോയിൻ ക്ലാഷിൽ അത് വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ആനുകാലികമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും. ഈ സ്വാശ്രയ കോളേജിൽ അടുത്ത കാലത്ത് നടത്തിയ ആത്മഹത്യ, അത് ഇതിനകത്തൊരു വലിയ എലിമെന്റ് ആണ്. സംഭവം ഞാൻ കേട്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത സാധനം കൊള്ളാം. അല്ല, അപ്പൊ ഇതിൽ ഞാനും കൂടെ ഒന്ന് കൈ കടത്തുമ്പോൾ പൊലിക്കും. ഐ ഡോണ്ട് മൈൻഡ് സർ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ മാത്രമല്ല, ഇവിടെ സ്വാശ്രയ കോളേജിൽ സാർ MDA
ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ബെയിൽ കൊടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിനകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് ഹീറോ ജേർണലിസ്റ്റ് ആണ്, ഹീറോയിൻ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അഡ്വക്കേറ്റ് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ലെന്ന് വാദിക്കുകയാണ്. കാരണം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി സൂയിസൈഡ്. അത് സൂയിസൈഡ് അല്ല, അത് മർഡർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മളിത് നന്നായിട്ട് അപ്പൊ അവിടെ ഇരുവശങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. വേറൊരു പോലീസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. സാർ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ സിനിമാ രംഗത്തുള്ള ഒരു പ്രമുഖ അഭിനേത്രിയെ തട്ടിക്കൊണ്ടുപോയി ഒരുപാട് ടോർച്ചർ ചെയ്തു, മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ മനസാക്ഷി എല്ലാവരും ഞെട്ടിപ്പോയി അല്ലെ, വിറങ്ങലിച്ചു. അതിൽ ആരാണ് യഥാർത്ഥത്തിൽ തെറ്റുകാരൻ എന്നാണ് സാറിന്റെ വിശ്വാസം? എന്റെ അഭിപ്രായത്തിൽ അത് കാണിച്ചത് എന്തായാലും വളരെ മോശമായിട്ടാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള നമ്മുടെ കൂടുതലുള്ള സഹപ്രവർത്തിയെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സംഘടിക്കണം. സാർ എല്ലാവരും ഇത് തന്നെ പറയുന്നു, സംഘടിക്കണം. സാർ നല്ല ഭാഷയിൽ സാർ സംസാരിക്കുന്നുണ്ട്. സാർ ആരുടെ ഭാഗത്താണ് തെറ്റ്? ഇവിടെ ഒരു ആരോപണം വന്നിട്ടുണ്ട്, ഒരു നായകനാണ് ഇതിന്റെ പിന്നിൽ എന്ന് പത്രങ്ങളിൽ മീഡിയ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. ഞാനത് 100% തെളിവില്ലാതെ ഞാൻ പറയില്ല. പക്ഷെ സാറിന്റെ അഭിപ്രായത്തിൽ ആരാണ് ഇത് തട്ടിക്കൊണ്ടുപോയതിന്റെ പിന്നിൽ? അത് മിക്കവാറും ഡ്രൈവറൊക്കെ തന്നെ ആയിരിക്കും. ഡ്രൈവറിന്റെ പിന്നിൽ ആരാണ്? അതാണ് സാറിന്റെ ഉദ്ദേശം. ഡ്രൈവറിന്റെ പിന്നിൽ സാർ ഇത് കവർ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം. സാർ ഇതൊരു ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ സാറിന്റെ പുറത്ത് അതാണ്. ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു മയക്കുമരുന്ന് മാഫിയാണ് ഇതിന്റെ പിന്നിൽ നിന്ന്. അപ്പൊ ഈ രാഷ്ട്രീയ നേതാവ് പറഞ്ഞതിനോടാണ് സാറിന് യോജിപ്പ്, അതോ ഇതിന്റെ പിന്നിൽ ഒരു നായക നടനാണ് എന്ന് പറഞ്ഞതിനോടാണ് സാറിന് യോജിപ്പ്? സാർ തുറന്ന് പറയാം. സാർ ഈ കൺഫ്യൂഷൻ വേണ്ട. എനിക്കിപ്പോ നമ്മുടെ വിഷയം അതല്ലല്ലോ, നമുക്ക് നമ്മുടെ സിനിമയാണ് പ്രധാനം. അതെ, സിനിമയിൽ വരുന്ന കാര്യമാണ്. സാറിന് വരുന്നുണ്ട്. അപ്പൊ സാറിനോട് ചോദിച്ചത്, സാർ ഇത് നായകനാണെന്ന് സാർ വിശ്വസിക്കുന്നു തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ? ഒരിക്കലും അങ്ങനെ. അതെന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാത്തത്? അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് സാർ പറയുന്നത്. അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യില്ലേ, ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ചെയ്തേനെന്ന് സാർ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നില്ല. സാറിന് ഈ സംഭവത്തിലൊക്കെ സാറിന് ചെറിയ പങ്കുണ്ടെന്നുള്ള എനിക്കറിയാം. അല്ല, വേറൊരു രീതിയില്ല, സാറിന് കുറെ കാര്യങ്ങൾ അറിയാം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചാണ് സാറ് പ്രതികരിക്കുക.